നീലേശ്വരം മത്സ്യമാർക്കറ്റിലെ വിൽപ്പനക്കാർ കൊടിയ ദുരിതത്തിൽ. ദയനീയാവസ്ഥ കണ്ടിട്ടും പരാതി അറിയിച്ചിട്ടും പരിഹാര നടപടിക്ക് മെനക്കെടാതെ കാലങ്ങളായുള്ള അവഗണന തുടരുകയാണ് അധികൃതരെന്നാണ് ആക്ഷേപം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad, also at Kannur, Irati and Pattambi. കാലങ്ങളായി നീലേശ്വരത്ത് മത്സ്യവിൽപ്പന നടത്തി ഉപജീവനം കണ്ടെത്തി വരുന്ന തൊഴിലാളികൾ ഇപ്പോൾ ഈ രംഗത്തു നിന്നും ഒഴിഞ്ഞു പോകേണ്ടുന്ന ദുരവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ഹൈവേ റോഡിന് സമീപത്തായി നഗരസഭ നിർമ്മിച്ചു നൽകിയ ഷെഡിലായിരുന്നു ഇവർ മത്സ്യവിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഈ ഷെഡ് പൊളിച്ചു മാറ്റി. ഇതോടെ പെരുവഴിയിലായ ഇവർ കനിവ് തേടി അധികൃതരുടെ അടുത്ത് പരാതിയുമായെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തായി തങ്ങളുടെ കൈവശമുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി മത്സ്യവിൽപ്പന നടത്താൻ നഗരഭരണസമിതി അനുമതിയും നൽകി. എന്നാൽ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുപോലും ഇവിടെയില്ല. മാത്രമല്ല, മഴ പെയ്താൽ തോടായി മാറുന്ന ഹൈവേയുടെ സമീപത്തായി പ്രവർത്തിക്കുന്ന മത്സ്യമാർക്കറ്റിൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെളിവെള്ളം തെറിച്ചുള്ള ദുരിതം വേറെ. അതിജീവനത്തിനായി ഇതെല്ലാം സഹിച്ച് മത്സ്യവിൽപ്പന നടത്തേണ്ടുന്ന ഗതികേടിലാണ് ഈ പാവങ്ങൾ. നമ്മളെല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. വെള്ളമെങ്കിലും വെള്ളം, മഴയെങ്കിലും മഴ, കാറ്റെങ്കിലും കാറ്റ്. ഒരാളോട് പരാതിയുടെ പരിപാടിയുണ്ട്. അത്രയും നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ് ഒന്നും അനുഭവിക്കാനില്ല. എല്ലാം ചുരുങ്ങിയ കാലം തൊട്ട് 10-25 വർഷം ഞാൻ അനുഭവിക്കുന്നു. ബാക്കിയുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല. അത്രയും അനുഭവിച്ച് കഴിഞ്ഞില്ല. ഞാനോട് പറയുന്നത് പ്രളയം ഇതെല്ലാം പറയേണ്ടത്. ഇപ്പോൾ മീനിൻ്റെ മുമ്പിലാണ് ആൾക്കാർ നടത്തിച്ച് പോകുന്നു. മീനിൻ്റെ മുകളിലാണ് വണ്ടിയും പോകുന്നു. നമുക്കൊന്നും പറയാൻ കഴിയില്ല. പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്കൂട്ടി തുറന്ന് അതിലേ പോയാൽ വണ്ടി ഓഫാവുന്നു. നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒരു ഷെഡിലെടുത്താൽ പോലും വേണ്ടി നോക്കിയാൽ ചോർന്ന് ഒളിച്ചിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മളെ മൈൻഡാക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ പാടല്ലോ. നമ്മളെ മൈൻഡാക്കാൻ ഒരാളുമില്ല. ആരോട് പരാതി പറയേണ്ടത്? ആരോടും പരാതി പറയുന്നില്ല നമ്മൾ. സ്ഥിതിഗതികൾ തീർത്തും അസഹനീയമായതോടെ ഇവിടുത്തെ തൊഴിലാളികളിൽ പലരും ഈ രംഗത്തു നിന്നു തന്നെ പിന്മാറിക്കഴിഞ്ഞു. മറ്റു ചിലർ ഇവിടം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് അഭയം തേടിപ്പോയി. തങ്ങളുടെ ആവലാതികളും സങ്കടങ്ങളും ഉണർത്തിക്കാനായി പല തവണകളായി അധികാരികളുടെ മുന്നിലെത്തിയെങ്കിലും തങ്ങൾക്ക് ആശ്വാസത്തിന് വക നൽകുന്ന ഒരു മറുപടിയോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. മാസങ്ങളായി കൊണ്ടുവരുന്ന മത്സ്യങ്ങളിൽ പകുതി പോലും വിൽപ്പന നടത്താനാകാത്തതിനാൽ കിട്ടുന്ന വിലയ്ക്ക് ഹോട്ടലുകൾക്കും മറ്റും നൽകിയാണ് തങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നതെന്നും ഈ കടലിന്റെ മക്കൾ കണ്ണീരോടെ പറയുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.